ചില ആളുകളുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത, മനസ്സിലായാൽ തന്നെ പൊട്ടം കളിക്കുന്ന, നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകൾ. പ്രത്യേകിച്ചും വയനാട് ഇപ്പൊ സർക്കാർ വീടുണ്ടാക്കി തുടങ്ങിയപ്പോൾ ഹാലിളകിയ അവര് ലീഗിന്റെ ആളുകളാണ് മഹാഭൂരിപക്ഷം. അവരുടെ ഒരു ചോദ്യമുണ്ട്, കോൺഗ്രസിന്റെ ചില ആളുകൾ വയനാട്ടിലെ ഈ 415 വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് കൊടുത്തു? അത് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടേതൊക്കെയാണ്. ഇപ്പോൾ ഗവൺമെന്റ് അവരുടേത് കൂടിയായി. അതുകൊണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റുകാർ എത്ര വീടുണ്ടാക്കി കൊടുത്തു? ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് എത്ര വട്ടം പറഞ്ഞാലും ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. എഴുതി മടുത്തോണ്ടാണ് ഉത്തരം പറഞ്ഞു തീർക്കാൻ വിചാരിച്ച്. സത്യം കേട്ടാലും അവർ അംഗീകരിക്കില്ല, എന്നാലും പറഞ്ഞു പോകുന്നുള്ള കടമ നമ്മൾ നിർവഹിക്കണമല്ലോ. അവരോട് പറയാനുള്ളത്, ഈ ദുരന്തമുണ്ടായ ഉടനെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒരുമിച്ച് ചേർന്ന് കൽപ്പറ്റയിൽ ഒരു യോഗം വിളിച്ചു. അത് ഈ ദുരിതം അനുഭവിച്ച മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ ഒറ്റ പ്രദേശത്ത് ഒരുമിച്ച് ഒരു ടൗൺഷിപ്പ് പോലെ ഇപ്പോൾ ഉണ്ടാക്കിയതുപോലെ വീടുണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന വീടിന്റെ കൂടെ ഇല്ല, ഞങ്ങൾ വേറെ പിരിവെടുത്ത് വേറെ ഉണ്ടാക്കുകയാണ് എന്ന് അവർ തീരുമാനിച്ചു. ആ യോഗത്തിൽ CPM പറഞ്ഞിട്ടില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ വീട് ഉണ്ടാക്കുക, ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി അവിടെയും പറഞ്ഞു, പാർട്ടിക്കാരോടും പറഞ്ഞു, എല്ലാ പാർട്ടിയുടെ മെമ്പർമാരും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒപ്പം ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത് മിനിമം 100 കോടിക്ക് അടുത്ത് അത് വരും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കണക്കില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നില്ല. അത്രയധികം സംഭാവന CPM മാത്രം കൊടുത്തിട്ടുണ്ട്. CPMന്റെ ജനപ്രതിനിധികളുടെ കണക്കൊന്ന് എടുത്ത് നോക്കുക. CPMന്റെ കേരളത്തിലെ എല്ലാ MLA-മാരും ഒരു ജനപ്രതിനിധികളും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഇനി പാർലമെന്റ് മെമ്പർമാർ അവരുടെ MP കോട്ടയിൽ നിന്ന് എത്ര പണം കൊടുത്തെന്ന് ഉള്ള കണക്കെടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ 3 MP-മാർ, ഒന്ന് ബ്രിട്ടാസ്, ഒന്ന് സുനീർ, ഒന്ന് ഡോക്ടർ ശിവദാസ്, ഈ 3 പേരും കൊടുത്തിട്ടുള്ളത് ഓരോ കോടി വെച്ചാണ്. പിന്നെ ബാക്കിയുള്ള 4 പേരുണ്ട്, K രാധാകൃഷ്ണൻ, റഹീം, ജോസ് കെ മാണി, സന്തോഷ്. ഈ 4 പേരും കൊടുത്തിട്ടുള്ളത് 25 ലക്ഷം വെച്ചാണ്. എന്ന് പറഞ്ഞാൽ 1 കോടി. ആദ്യത്തെ 3ഉം ഈ 1 കോടിയും കൂട്ടിയാൽ 4 കോടി CPMന്റെ MP-മാർ കൊടുത്തു. UDFന്റെ എത്ര MP-മാർ കൊടുത്തു? 2 MP-മാരെ കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്ന് NK പ്രേമചന്ദ്രനും ഒന്ന് ഡീൻ കുര്യാക്കോസും. BJPയുടെ നോമിനിയായ PT ഉഷ 5 ലക്ഷം സംഭാവന ചെയ്തിട്ടുണ്ട്. വയനാടിനൊരു ജനപ്രതിനിധി ഉണ്ടല്ലോ, ലീഗും കോൺഗ്രസും കൊട്ടിഘോഷിച്ച് നടക്കുന്ന വയനാടിന്റെ ജനപ്രതിനിധി പ്രിയങ്ക റോബർട്ട് വധേര BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോടികൾ സംഭാവന ചെയ്ത, അല്ലേ, 70 കോടി രൂപ 170 കോടി രൂപ സംഭാവന ചെയ്ത റോബർട്ട് വധേരയുടെ ഭാര്യ പ്രിയങ്ക റോബർട്ട് വധേര വയനാടിന്റെ പാർലമെന്റ് മെമ്പറാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒറ്റ നയാ പൈസ വയനാട് ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തോ? പറ. കോൺഗ്രസും ലീഗും കൊടുത്തു. എന്താ കൊടുത്തത്? വീടില്ലാത്ത മനുഷ്യർക്ക് കലണ്ടറിനാക്കി കൊടുക്കാമെന്ന്, ഇല്ലേ? അതുപോലെ ഈ അടുത്ത കാലത്ത് വയനാട്ടിൽ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് നടന്നല്ലോ, ഒരു 5 നക്ഷത്ര റിസോർട്ടിലാണ് നടന്നത്. ലക്ഷങ്ങൾ മുറികൾക്ക് വാടകയില്ല. അവിടെ 4-5 ദിവസം തിന്ന് മതിച്ച് കോൺഗ്രസ് ക്യാമ്പ് നടത്തി പുറത്തേക്ക് ഇറങ്ങി വരുമ്പം KC വേണുഗോപാലിനോട് പത്രക്കാർ ചോദിച്ചു, വയനാടിന്റെ വീടിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് KC വേണുഗോപാൽ പറഞ്ഞ മറുപടി എന്താ? ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ല, ഞങ്ങൾക്ക് പണമില്ലല്ലോ. നിങ്ങൾ ഭരണമുണ്ടായാൽ പണം ഉണ്ടാക്കലല്ല ഏർപ്പാട്. പോട്ടെ, ഭരണത്തിന്റെ പണമല്ല ചോദിച്ചത്, നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ വീടുണ്ടാക്കുന്നു, ഞങ്ങൾക്ക് സംഭാവന തരണം എന്ന് പറഞ്ഞ് ആപ്പ് വെച്ച് പിരിപ്പിച്ച് നിങ്ങളെടുത്ത പൈസ എവിടെ? അതാണ് ജനത്തിന്റെ ചോദ്യം. നിങ്ങളുടെ ഭരണം ഉണ്ടോ ഭരണമില്ല എന്നല്ല. ഭരണം ഉണ്ട്, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പറയേണ്ടില്ലല്ലോ. നിങ്ങൾ ആപ്പ് ഉണ്ടാക്കി ആപ്പ് മുഖാന്തരം പിരിപ്പിച്ച പണം എവിടെ എന്നാണ് ജനത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. CPM അവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ദുരന്ത സ്ഥലത്ത് വെച്ച് DYFI എന്ന് പറയുന്ന CPMന്റെ യുവജന സംഘടന പ്രഖ്യാപിച്ചു, ഞങ്ങൾ 25 വീടുണ്ടാക്കും. ഒരാളുടെ മുമ്പിലും കൈനീട്ടിയില്ല. അവര് റെസിപ്റ്റ് ബുക്കുമായി പിരിപ്പിച്ചില്ല. റോട്ടിലേക്കും തോടിലേക്കും നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കിക്കൂട്ടി, വീടുകളിൽ വന്ന് കന്നാസും കടലാസും പെറുക്കിക്കൂട്ടി. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കല്ല് തോളിലെടുത്ത് പരിചയമില്ലാത്ത DYFI-കാരൻ ചെങ്കല്ല് ചുമന്നു, കരിങ്കല്ല് ചുമന്നു, മരം ചുമന്നു, ലോറി കയറ്റി അധ്വാനിച്ചു, പൈസ ഉണ്ടാക്കി, മീൻ കച്ചവടം നടത്തി, ചായ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി, ധോത്തി ചാലഞ്ച് നടത്തി. അങ്ങനെ പല മാർഗങ്ങളിലൂടെ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം അത് 20 കോടിയായി. ആ 20 കോടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിട്ട് അവർ പറഞ്ഞു, സഖാവെ 20 ലക്ഷം വെച്ച് 100 വീടുണ്ടാക്കണം. ഇന്ന് വയനാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ടൗൺഷിപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന 415 വീടിന്റെ 1/3 എന്ന് പറയാവുന്ന 100 വീട് DYFI-യുടേതാണ്. ഇവരിങ്ങനെ വലിയ വീമ്പിളക്കി കോൺഗ്രസ് പറയല്ലോ, കർണാടക സർക്കാർ 100 വീടുണ്ടാക്കി. എവിടെയാ? കർണാടക സർക്കാർ 10 കോടി രൂപയെ കൊടുത്ത് വിവരാവകാശം എഴുതി കൊടുത്താൽ കൃത്യമായി കിട്ടും. അത് കർണാടക സർക്കാരാണ്. കേരള സർക്കാർ കർണാടകക്കും തമിഴ്നാട്ടിനൊക്കെ ദുരന്തം ഉണ്ടായപ്പോൾ സഹായിച്ചിട്ടുണ്ട്. വയനാട്ടിലേക്ക് അടുത്ത കാലത്താണ് 10 കോടി രൂപ കേരള ഗവൺമെന്റ് സഹായിച്ചത്. അത് സർക്കാരുകൾ തമ്മിലുള്ള കൈമാറ്റമാണ്.
യൂത്ത് കോൺഗ്രസ്സുകാർ ഡിവൈഎഫ്ഐ 25 ഉണ്ടാക്കുന്നു പറഞ്ഞപ്പം 30 വീട് ഉണ്ടാക്കുന്നു പറഞ്ഞില്ലല്ലോ ഈ നാട്ടിൽ. എവിടെ പോയാ പണം? ഞാൻ പറയണം, എവിടേക്ക് എത്തിയാൽ ഈ നാടിന് അറിഞ്ഞൂടെ? അതുകൊണ്ട് ലീഗും കോൺഗ്രസും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ സ്വന്തം വീടുണ്ടാക്കുമെന്ന് പറഞ്ഞ് പോയവരാണ്. നിങ്ങൾ എത്ര വീടുണ്ടാക്കി? ലീഗ് 50എങ്കിൽ 50 ഉണ്ടാക്കി, നല്ല കാര്യം. ബാക്കി ഒരു ഉണ്ടാക്കുന്നു വിചാരിക്കുക. വീട് മാത്രം ഉണ്ടാക്കി. ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് വീടുകൾ അടങ്ങിയ ഒരു നഗരമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ കോൺഗ്രസ് എന്തുണ്ടാക്കി? ഭൂമി എടുത്ത് ഉണ്ടാക്കും എന്ന് പറയാം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുക, നിങ്ങൾ എന്ത് കൊടുത്തു? ഇല്ലേ? അപ്പോൾ ഇതൊക്കെ ജനത്തിന് ഒന്ന് തിരിച്ചറിയണം. പൊട്ടന്മാരായിട്ട് നിങ്ങൾ അഭിനയിക്കണ്ട.